ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ്. മർമെയ്ഡുകളുടെ കാഴ്ചകൾ നിങ്ങൾ കണ്ടു കാണും. അതിനുശേഷമാണ് കുറേ സ്റ്റാളുകളുണ്ട്, ആ കാഴ്ചയിലേക്ക് നമ്മൾ പോയിരുന്നില്ല. ഇത് ആ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നമ്മൾ കുറേ സ്വീറ്റ്സും അച്ചാറുകളും കളിപ്പാട്ടങ്ങളും അങ്ങനെ സാധാരണ നമ്മൾ സ്റ്റോളിൽ കാണാനുള്ള ഐറ്റംസ് തന്നെയാണ് ഇവിടെ ഉണ്ടായത്. അതൊന്ന് പരിചയപ്പെടുത്താമെന്നാണ് എൻ്റെ ഉദ്ദേശം. ഒന്ന് ഓടിച്ചു പോകുക മാത്രമാണ് ചെയ്യുന്നത്. ഇവിടെ ആദ്യം തന്നെ നമുക്ക് ജിമ്മൊക്കെ ചെയ്യണമെങ്കിൽ, എക്സസൈസ് ചെയ്യണമെങ്കിൽ ആവശ്യം ഒരു ഉപകരണമാണ്. പിന്നെ ബുക്ക് സ്റ്റാളാണ് ഇവിടെ കാണാൻ കഴിഞ്ഞ മറ്റൊന്ന്. പിന്നെ ഫർണിച്ചർ സ്റ്റാൾ കാണാം, അതുപോലെ ബാഗും കൊടയും അങ്ങനെ വയ്ക്കുന്ന സ്റ്റാളാണ്. ചെടികൾ വയ്ക്കുന്ന സ്ഥലം, അതുപോലെ കുട്ടികൾക്ക് ടോയ്സ് അങ്ങനെ ഐറ്റം കാണാം. അത് കഴിഞ്ഞിട്ട് സ്വീറ്റും മധുരപലഹാരങ്ങളും പിന്നെ വെജിറ്റബിളൊക്കെ വറുത്ത് വെച്ചിരിക്കുന്ന സ്റ്റാളും. പിന്നെ എന്നെ കൂടുതൽ ആകർഷിച്ച ഒന്നാണ് ഈ അച്ചാർ. പല തരത്തിലുള്ള അച്ചാറുകളും ഇവിടെ ബക്കറ്റിൽ ഇങ്ങനെ വെച്ചിരിക്കുന്ന കാഴ്ച കാണാൻ എന്തായാലും ആകർഷമാവും. ഇന്ന് വീടുകളെല്ലാവരും അച്ചാർ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ അവരെ ആകർഷിക്കുന്ന തരത്തിലുള്ള പല തരത്തിലുള്ള അച്ചാറുകളാണ്. ഇവ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വാങ്ങിക്കാവുന്നതാണ്. ബീറ്റ്റൂട്ട് അച്ചാറുണ്ട്, വഴുതനങ്ങ അച്ചാറുണ്ട്, പിന്നെ കശുമാങ്ങ അച്ചാറുണ്ട്, ഈന്തപ്പഴ അച്ചാറുണ്ട്, പല പേര്. പിന്നെ തുണിക്കടകളെ കാണാം, ചെരുപ്പ് കടകൾ കാണാം. അങ്ങനെ സാധാരണ നമ്മൾ സ്റ്റാളിൽ ചെന്ന് കഴിഞ്ഞാൽ കാണുന്ന ഒരു പ്രദർശനം മാത്രമാണ് ഇവിടെ ഞാൻ കാണുന്നത്. വേറെ വെറൈറ്റി ഒന്നും ആയിട്ട് പ്രത്യേകിച്ച് പറയാൻ പറ്റിയില്ല. പക്ഷെ ഒന്നോ രണ്ടോ ഞാൻ ആ കാണാത്ത ഒരു വെറൈറ്റി ഉണ്ടായി, അത് എനിക്ക് കാണാൻ പറ്റി. ആ വീഡിയോ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ സാധാരണ കാണുന്ന ഇതിനും ഐറ്റംസുകൾ തന്നെയാണ് ഇവിടെയും ഉള്ളത്. മിഠായികൾ ഏതെടുത്താലും 20 രൂപയാണ് നൽകണം. ഈ പാക്കറ്റിൽ ഏതെടുത്താലും 20 രൂപ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ മിഠായി കാണാം. മിഠായികൾ നമ്മൾ കൂടുതൽ കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോകുന്ന തരം ഒരു ഓർമ്മപ്പെടുത്തലാണ്. എനിക്ക് ഈ പപ്പടങ്ങളാണ് എനിക്ക് വെറൈറ്റി ഒക്കെ ആയിട്ട് തോന്നിയത്. സാധാരണ നമ്മൾ ഒരു പപ്പടം ഇതിൽ വലിയ ഷേപ്പിലൊരു 4-5 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു പപ്പടമാണ് സാധാരണ കാണുന്നത്. ഇവിടെ ഒരു 2-3 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു പപ്പടം, അത് പല ഫ്ലേവറുകളുള്ള പല രുചികളിലുള്ള പപ്പടങ്ങളാണ്. അവ നമ്മൾ വറുത്ത് നോക്കിയിട്ട് എടുത്ത് ടേസ്റ്റ് ചെയ്യാവുന്നതാണ്. അത് വറുത്ത് വെച്ചിട്ടുണ്ട്, അത് എടുത്ത് നോക്കി ടേസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ എന്നെ ആകർഷിച്ചത് 5D ഫ്രെയിമുകളാണ്. ഈ 5D ഫ്രെയിമുകൾ ഇവർ പറയുന്നത് 5D ഫ്രെയിമുകളാണെന്നാണ്. 3Dയുടെ ഒരു വേറെ ഉപയോഗമാണ് 5D. ഇത്തിരി മിഴിവ് കൂടും ഇതിന്. ഈ ചിത്രങ്ങൾ നോക്കി തന്നെ മനസ്സിലാവും, മിഴിവാർന്ന ഒരു ചിത്രങ്ങളാണ് 5D ചിത്രങ്ങൾ. അത് നമുക്ക് ആവശ്യത്തിനുള്ള 5D ഫ്രെയിമുകൾ വാങ്ങിക്കാം കേട്ടോ. പല രൂപത്തിലുള്ള 5D ചിത്രങ്ങൾ ഇവിടെ ഉണ്ട്. ഒരു ദൈവത്തിൻ്റെ ആയാലും മൃഗങ്ങളുടെ ആയാലും സീനറികളായാലും പല വെറൈറ്റി ഫ്രെയിമുകൾ ഇവിടെയുണ്ട്. അത് നമ്മൾ ആവശ്യത്തിന് സൈസിൽ നോക്കി ചോദിച്ച് വാങ്ങിച്ചെടുക്കാവുന്നതാണ്. ശേഷം വാച്ചിൻ്റെ കടയൊക്കെ സൈഡ് നോക്കി കാണാം. പിന്നെ നമ്മൾ പോകുന്ന കരിപ്പെട്ടിയാണ്. ഒരു ഈന്തപ്പനയിൽ നിന്നും പനയിൽ നിന്നും എടുത്ത് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ കരിപ്പെട്ടി. അത് പാക്ക് ചെയ്ത് വെച്ചിട്ട് കാഴ്ച കാണാം. പിന്നെ കുട്ടികളെ ആകർഷിക്കുന്ന ടോയ്സുകൾ ആണ്, ഒരു പട്ടിക്കുട്ടികളുടെ ടോയ്സാണ് കണ്ടത്. പിന്നെ പോപ്കോൺ, പിന്നെ മിഠായി, പലതരം മിഠായികളിവിടെ കാണാം. സ്വീറ്റ് ഐറ്റംസാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. സാധാരണ കാണുന്ന സ്റ്റാളിൽ പോലെ തന്നെയാണ് ഇവിടെ എനിക്ക് തോന്നിയത്. പല കളറിൽ ആകർഷിക്കുന്ന രീതിയിലേക്കാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആയിക്കൊണ്ട് പച്ച കളറ്, നീല കളർ, മഞ്ഞ, പിന്നെ നീളത്തിലുള്ളത്, വട്ടത്തിലുള്ളത്, അങ്ങനെ പല ഷേപ്പിലുള്ള മിഠായികളൊക്കെയാണ്. അത് ആരെ ആകർഷിക്കുകയും ഒരെണ്ണത്തിന് ബാഗിന് 20 രൂപയുമാണ് റേറ്റ് വരുന്നത്. അച്ചാർ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കാഴ്ച എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ കാഴ്ച. അതായത് കുറേ പാർക്കായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഉല്ലസിക്കാൻ പറ്റിയ ഒരു ഇടം. ഇവിടെ ഗെയിം കളിക്കാനുള്ള സെറ്റപ്പ്, എൻജോയ് ചെയ്യാനുള്ള സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഗെയിം കളിക്കാം കേട്ടോ. എറിഞ്ഞിട്ടൊക്കെ നമ്മൾ ഗെയിം കളിക്കില്ല, ഒരു വെടിച്ച് വെലും പൊട്ടിച്ചൊക്കെ ഗെയിം കളിക്കില്ല. എന്നിട്ട് പ്രൈസൊക്കെ നേടുന്ന സെറ്റപ്പ് ഇവിടെ ഉണ്ട്. സാധാരണ കാഴ്ചകൾ തന്നെയാണ്. ഇതൊന്നെല്ലാം പ്രത്യേക ഒരു കാഴ്ചകളൊന്നുമല്ല, സാധാ കാഴ്ചകൾ തന്നെയാണ്. ഇവിടെ വന്ന് ഇതിലൊക്കെ കയറി ഒന്ന് എൻജോയ് ചെയ്യുക എന്നതാണ്, ഇതൊന്നും പരിചയപ്പെടുത്തുക എന്നതുമാണ് എൻ്റെ ഉദ്ദേശം. അതായത് പതുക്കെ ഇപ്പം നമ്മൾ കാണുന്നതാണ്, പതുക്കെയാണ് ഇത് മൂവ് ചെയ്യുന്നത്. മുകളിലോട്ട് പതുക്കെ മൂവ് ചെയ്യുന്നു. അപ്പം നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ കാണാൻ ഇതിൻ്റെ സ്വഭാവം തന്നെ മാറും. സ്വഭാവം തന്നെ ഇപ്പം തന്നെ മാറി തുടങ്ങിയുണ്ട്. കറക്കം, സാധാ കറക്കമല്ല, ആ കറക്കം കൂടാതെ വേറൊരു കറക്കം കൂടി ഉണ്ട്. അപ്പം നമ്മൾ ധൈര്യശാലിയായിരിക്കണം. എന്നാൽ മാത്രം നമുക്ക് കയറിയിട്ട് കയറും. പേടിയൊന്നും കേട്ടോ. ഇങ്ങനെ നിർത്താതെ ആടിക്കൊണ്ടിരിക്കും. നമുക്ക് ഇറങ്ങിയാൽ മതി ഫീലായിപ്പോൾ. ഇവിടെ കുട്ടികൾക്കുള്ള ഒരു സജ്ജീകരണം എന്ന് പറഞ്ഞാൽ പതുക്കെ റൊട്ടേറ്റ് ചെയ്ത് വരുന്ന ട്രെയിൻ സെറ്റപ്പും
ഇങ്ങനെയുണ്ട് ബന്ധുക്കളുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് ഇങ്ങനെ കുതിരങ്ങൾ ചാടിച്ചാടി പോകുന്ന സെറ്റപ്പിലൊക്കെ ഉള്ള സജ്ജീകരണം, പിന്നെ കുട്ടികൾക്ക് വീടാനുള്ള സെറ്റപ്പും എല്ലാം എന്തോ ഒരു ദിവസം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. നമ്മൊരു 150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇത് മൊത്തം കാഴ്ചകൾ കണ്ട് ആ ദിവസം മതിയൊരു നേരം അവിടെ എൻജോയ് ചെയ്യാവുന്നതാണ്. ഇവിടെ കേട്ടോ, ഇവിടെ മറ്റേ ടാങ്കാണ്. അതിനുശേഷം ഞങ്ങൾക്ക് കുറച്ച് കപ്പലണ്ടി, അതായത് കടല വറക്കുന്ന കടല വാങ്ങിച്ചു. 2 പാക്കറ്റ് കടല വാങ്ങിച്ചു. കപ്പലണ്ടി എന്ന് പറയും. അതെ, 20 രൂപയാണ് പാക്കറ്റിന്. ഞങ്ങൾ 2 പേരും കൂടി 20 രൂപയ്ക്ക് 20 രൂപ വെച്ച് 40 രൂപ, ടോട്ടൽ 40 രൂപ വാങ്ങിച്ചു. അതിനുശേഷം ഞങ്ങൾ വേറൊരു ഐറ്റം വാങ്ങിക്കാൻ വിചാരിച്ച് പോയപ്പോഴാണ് ഇതൊക്കെ വെജിറ്റബിളും കടലൊക്കെയാണ്. ഇത് പുഴുങ്ങിയെടുത്തിട്ട് സോസും ഒഴിച്ച് ആണ് തരുന്നത്. മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടാണ് പുഴുങ്ങിയെടുക്കുന്നത്. അത് സോസ് ഇട്ടാണ് ഇത് കഴിക്കേണ്ടത്. പുഴുങ്ങിയെടുത്തതിന് അധികം പുഴുങ്ങിയെടുക്കുകയുള്ളൂ. അപ്പോൾ അധികം വല്ല ചേരുവകളും ചേരാത്തതുകൊണ്ട് അധികം ടേസ്റ്റ് ഒന്നും ഇതിന് ഐറ്റമില്ല. പക്ഷേ ഗുണമുണ്ട്. പുഴുങ്ങിയെടുത്ത അതിന് ഗുണം കൂടുതലാണ്. വറുത്തെടുക്കാനൊക്കെ ഗുണം കൂടുതലാണല്ലോ പുഴുങ്ങിയ സാധനം കഴിക്കാനാണ് പറയുന്നത്, വെജിറ്റബിളും കടലൊക്കെ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത വീഡിയോ കാണുന്നതിന് മുമ്പ്